വിവേകാനന്ദൻ വാ. താങ്ക് യു. കുറച്ച് നാളായല്ലോ എന്നെ കണ്ടിട്ട്. ഇരിക്കും. സാറ് അവസാനം തന്നാ ലേഹല്ലേ, ആ. അതൊട്ടും ശരിയാവത്തില്ല. കക്കൂസിൽ ഇറങ്ങാൻ സമയമില്ല. ഷേ, അങ്ങനെ ഒരു വഴിയില്ലല്ലോ. ഞാനും കഴിക്കുന്നതാണല്ലോ. അല്ല, ഇപ്പൊ 3 തരം ലേഹ്യമല്ലേ താൻ കഴിച്ചോണ്ടിരിക്കുന്നേ? അതെ. ഇത് കൂടാതെ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്ന വേറെന്തെങ്കിലും കൂടെ വാങ്ങിച്ച് കഴിക്കാറുണ്ടോ? ആര് പറഞ്ഞു? താൻ എന്റെ ഷോപ്പിൽ നിന്നല്ലേ മരുന്ന് വാങ്ങിക്കാറ്. അതെ. അപ്പൊ പിന്നെ പ്രതാപൻ പറഞ്ഞതോ? അത് ഓരോന്നും മാറി മാറി പരീക്ഷിച്ച് നോക്കുമല്ലോ സാറേ. ആ, ഇതാ തന്റെ കുഴപ്പം. ഒന്നിക്ക് എന്നെ വിശ്വസിക്കും, എന്നിട്ട് ഞാൻ തരുന്ന ഐറ്റംസ് മാത്രം കഴിക്കും. അല്ല വിവേകാനന്ദ, ശരിക്കും എന്താ എന്റെ പ്രശ്നം? ഡോക്ടർക്ക് അറിയത്തില്ലേ? അതിന് എന്നെ ബുദ്ധിമുട്ടിപ്പിക്കേണ്ട കാര്യം എന്താ? മോനെ വിവേകാനന്ദ, ഇതിനൊക്കെ അലോപ്പതിയിൽ ഒരുപാട് മരുന്നുകളുണ്ട്. ടാബ്ലറ്റ് ആയിട്ടും ക്യാപ്സൂൾസ് ആയിട്ടും ഒക്കെ. അതിന് ഞാൻ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കില്ല. ശരിയാണല്ലോ. ഒരു കാര്യം ചെയ്യ്, നമുക്ക് ലേഹ്യം വേണ്ട, പകരം ഒരു ചൂർണം തരാം. നമ്മുടെ കമ്പനി പുതിയതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മരുന്നാ. കുറച്ച് കശർപ്പുണ്ടാവും, സാരമില്ല. തേന് ചരച്ച് കഴിച്ചാൽ മതി. അയ്യോ, എനിക്ക് അലർജിയാ. തേൻ അലർജിയോ? അതാദ്യമായിട്ട് കേൾക്കുകയാണല്ലോ. ആ, എങ്കിൽ റമ്മ ബെസ്റ്റ്. അതാകുമ്പോൾ വീര്യം കൂടും. റമ്മ മതി. പാല് മതിയോ? എന്തിന്? അല്ല, ഞാൻ മദ്യപിക്കുകയല്ല. ഓ, താനെന്തൊരു ജന്മമാണ്. പച്ചക്ക് ഈ ലേഹ്യം മാത്രം വലിച്ചു വാരി തിന്നിട്ട് കുറ്റം എനിക്കും എന്റെ ലേഹ്യത്തിനും. എടോ, വല്ലപ്പോഴും ഒക്കെ മദ്യം കഴിക്കണം, അതൊരു ഉത്തേജകമാടോ. 37 വയസ്സായിട്ട് ഇതൊന്നും അറിയാത്ത കിഴങ്ങൻ. എടോ, പെണ്ണുങ്ങൾക്ക് അത് ഇഷ്ടമാണോ? ഏയ്, ഭാര്യയുടെ അടുത്തൊന്നും ചെലവാകല. അല്ലെങ്കിൽ തന്നെ കുറച്ചു കാലമായിട്ട് അവൾ മുട്ടം കലിപ്പില്ല. ഡയാനയ്ക്ക് കുഴപ്പം കാണത്തില്ല. അവൾ ഇടയ്ക്കിടയ്ക്ക് ബീറൊക്കെ കഴിക്കും. അതാരാ ഡയാന? ഞാൻ ഡോക്ടറോട് പറഞ്ഞിട്ടില്ലേ, ഇവിടുത്തെ സെറ്റപ്പ് അല്ല. ദാ താൻ ചെല്ലേ. അപ്പൊ റമ്മയെ മിക്സ് ചെയ്ത് കഴിച്ചു നോക്കാല്ലേ? പിന്നെ ധൈര്യമായിട്ട് ആദ്യം ഒരു പെഗ്ഗിൽ തുടങ്ങി. കോളേജ് പഠിക്കുന്ന കാലത്ത് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട്. നമ്മുടെ കള്ള. അയ്യോ വിവേകാനന്ദ, 500 പോരാ, ഉപദേശം ഇല്ലേ? പോയിട്ട് ആഞ്ജനേയ സ്വാമി. ചേട്ടാ, ഒരു കുപ്പി റമ്മ. അതെ, ചെറിയ കുപ്പി. സത്യം പറയടി, ഇന്നലെ രാത്രി എത്ര മണിക്കാണ് ഇയാൾ വീട്ടിൽ വന്നത്? അറിയില്ല, ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. അപ്പൊ മഴ ഉണ്ടായിരുന്നോ? ആ, ഉണ്ടായിരുന്നു. നീ ഉറങ്ങായിരുന്നില്ലേ? പിന്നെ എങ്ങനെ പറഞ്ഞു മഴ പെയ്തെന്ന്? അത് നേരത്തെ മഴ ഉണ്ടായിരുന്നു. സോറി സാർ. എന്തോ സോറി? മനുഷ്യരെ മെനക്കെടുത്താൻ ആദ്യമായിട്ടാണോ സിനിമയില്? അല്ല സാർ, അറിയാതെ പറ്റിപ്പോയതാ. സോറി. എന്താ എന്റെ പേര്? ഡയാന. ആ ശരി, ഓഫ് ചെയ്തോ? ഓ സാർ. ഓക്കെ, വൺ മോർ ടേക്ക്. ഏതാ? ഒരു കുപ്പി റമ്മ. ബ്രാൻഡ് പറ. ബ്രാൻഡ് നല്ലതെടുത്തു. ഫുൾ ഹാഫാ? ഹാഫ് മതി. അല്ല, ഫുള്ളാക്കി എടുത്തു. ഫുള്ളിന് എത്ര? അല്ല, വേറെ വേഗം പറ. ബിയറിനല്ലേ ഗ്യാസ് ഉള്ളത്? നല്ല ഗ്യാസ് ഉള്ള ബിയർ. ശരി, എത്രയാ? 1260. 1260. ഇത് ബിയർ. അതെ അതെ, ഇത് ബിയർ, അത് റമ്മ്. ആരാ വിളിച്ചോണ്ടിരുന്നേ? വെറുതെ ഡയറക്ടറിന്റെ തെറി കിട്ടും. ഓ, എന്ത് ചെയ്യാനാ, എനിക്ക് എപ്പോഴും ഉള്ളതാ ഇങ്ങനെ ഓരോരോ അബദ്ധങ്ങൾ പറ്റും. ഹലോ, ഞാൻ ഇടയ്ക്ക് വിളിച്ചായിരുന്നു. എന്നാ പറ്റിയേ? ഞാൻ ഒരു ഷൂട്ടിലായിരുന്നു, അതാ വിളിച്ചപ്പോ കട്ട് ചെയ്തേ. വിവേക് വീട്ടിലെത്തിയോ? ഇല്ല, ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങിയതേ ഉള്ളൂ. നീ എപ്പോ എത്തും? രാത്രി 9 മണിയോ? ഷോട്ട് റെഡി, വെക്കട്ടെ, ഞാൻ വിളിക്കാം. ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തേക്ക്, ഇനി മറക്കണ്ട. ആ വിവേകാനന്ദ, അപ്പൊ മറ്റേ ലേഹ്യം വേണ്ട? മറ്റേ ലേഹ്യം അതിന് വരാ. ഈ ചൂർണം അവസാനത്തെ കണ്ടില്ലേ? ഞാൻ മറ്റേ ലേഹ്യം അടിക്കുന്ന കാര്യം താൻ എന്നാ തന്നെ ഡോക്ടർ പറഞ്ഞു. താൻ സ്ഥിരം കസ്റ്റമർ ആയതുകൊണ്ടേ ഡോക്ടർ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ചോദിക്കാറുണ്ട്. ആ ഡോക്ടർ ചെറിയൊരു ഉടായിപ്പ. എനിക്ക് അയാളെ നല്ല വിശ്വാസ, അനുഭവം കൊണ്ട് പറയുന്നതാ. അയാളങ്ങനെ കൊച്ചാക്കി കാണണ്ട, ഏത് ചെറിയ സാധനവും വലുതാക്കും.
ആ സാറ് വന്നേ. ഞാൻ സാറിനെ നോക്കി നിക്കണാണ്. ജോണിച്ചായ പണിക്കൊന്നും പോയില്ലേ? എവിടുന്ന്? 2 ദിവസമായിട്ട് ബോട്ടുകാർ സമരത്തിലാണ്. അല്ലേ തന്നെ എന്നെ അവന്മാർ അടുപ്പിക്കൂല. ഞാൻ കണ്ടത് പറയും. അവന്മാർക്ക് അത് ഇഷ്ടമല്ല. ഞാൻ പിടിക്കണ. വേണ്ട. ആ നടക്ക. ലില്ലി ഉണ്ടാകത്ത് അമ്മയുടെ ഡൈപ്പർ മാറ്റണാണ്. ബീറുണ്ടോ? കർത്താവേ, സാർ അതി തുടങ്ങിയ. ഞാനാണ് പച്ചക്ക് നിക്കണാണ്. ഏതൊരു മരുന്നിനുള്ള? ഇതെല്ലാം മരുന്നാണ്. സാറിനറിയാൻ പാടില്ലാട്ടാണ്. ഗ്ലാസ് റെഡി. നമ്മക്ക് അയച്ചിട്ട് തുടങ്ങാന്നേ സാറേ. അങ്ങനല്ല ഞാൻ അത് ശരിയാകത്തില്ലെന്ന്. സാറ് വന്നായിരുന്നാ? എന്താണ് ഒരു പരിങ്ങല്? സാറേ, ഭക്ഷണം കൊടുക്കാൻ മരുന്ന് കൊടുക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ഈ ഡൈപ്പർ മാറ്റലും ക്ലീൻ ആക്കലൊന്നും എന്നെ കൊണ്ട് പറ്റിയല്ല കേട്ടാ. അതൊക്കെ ഡയാന വരുമ്പോ ചെയ്തോളും. എന്നും വെച്ച് കാണുമ്പോ നമുക്ക് കണ്ടില്ലാന്നും വെച്ച് പോരാൻ പറ്റുവാ? അപ്പൊ സാറേ, ഞാനങ്ങ് പോണേണേ. മമ്മയ്ക്കുള്ള കഞ്ഞിയും പയറും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. സാറിനും ഡയാന കൊച്ചിനും ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ഉണ്ടാക്കിയ സാറിന് പിടിക്കില്ലല്ലോ. ഞാൻ ഉണ്ടാക്കിക്കോളാം. ലില്ലി ചെല്ല്. ആ ശരി. അതെ, വേഗം വീട്ടിലേക്ക് പോന്നേക്ക്. അവിടെ ഇവിടെ തിണ്ടി തിരിഞ്ഞേച്ചും വെച്ച് പാതിരയ്ക്ക് 4 കാല കയറി വന്നാലുണ്ടല്ലോ, ചാവിട്ടിക്കുട്ടി വല്ല മൂലിക്കട് ഞാൻ പറഞ്ഞേക്കാം. അപ്പൊ വേറെ ഒന്നുമില്ലല്ലോ ജോണിച്ചായ? എന്നായിക്കോട്ടെ, ഞാൻ അമ്മയെ കണ്ടേച്ച് വരാം. സാർ ഞാൻ പച്ചക്കുള്ള പരിപാടിയൊക്കെ റെഡിയാക്കി വെക്കാം. നമ്മുടെ ഉദ്ഘാടനം പൊളിയാക്കട്ടെ. എനിക്ക് നിങ്ങളെ അത്ര വിശ്വാസം പോരാ. എന്നായാലും ഡയാന വരാൻ ലേറ്റോ. രാത്രി ഫുഡ് ഉണ്ടാക്കണം. പോകുന്നില്ലെങ്കിൽ വെറുതെ നിൽക്കണ്ട. ആ ചിക്കനൊക്കെ കഴുകി നുറുക്കി മസാല പെരട്ടി വേ. വേണ്ട, പെണ്ണുമ്പിള്ള പറഞ്ഞ പോലെ ചെയ്വേ. വെറുതെ കൊതിപ്പിക്കാൻ. അമ്മ, ഇപ്പൊ ശ്വാസത്തിന് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ? ഇല്ല, ഇന്നലത്തെ പ്രയാസമില്ല. ഇന്നലെ ശരിക്കും പേടിച്ചായിരുന്നല്ലേ? രാത്രി മുഴുവൻ ശ്വാസം കിട്ടാതെ കഷ്ടപ്പെട്ടെന്ന് ഡയാനെ വിളിച്ചപ്പോ പറഞ്ഞായിരുന്നു. പാവം, അവളും ഇന്നലെ ഉറങ്ങിയില്ല. ഇനി എപ്പോഴാ ഗംഗാധരൻ ഡോക്ടറിന്റെ അപ്പോയിന്റ്മെന്റ്? ഡേറ്റ് ഡയനയ്ക്കേ അറിയുള്ളൂ. ഫുഡ് കഴിക്കണ്ടേ? എന്നതാ വേണ്ടേ? ലില്ലി എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. ആ തള്ള ഉണ്ടാക്കി വായ വയ്ക്കാൻ കൊള്ളത്തില്ലെന്നേ. ഒരു അരമണിക്കൂർ സാധനങ്ങൾ വാങ്ങിച്ചായിരുന്നു. അതുവരെ അമ്മ പാട്ട് കേട്ട് കിടക്കും. ഇന്നൊരു ബ്രോക്കർ വന്നായിരുന്നു. 1.5 കോടി രൂപയൊക്കെ തന്നെ പാർട്ടി റെഡിയാണ്. 4-5 സെന്റല്ലേ ഉള്ളു. അവർ പഴയ കെട്ടിടം. അവരിത് ഇടിച്ചു പൊളിച്ച് കളയും. സാറാണ് എനെക്കുറിച്ചോട് സംസാരിക്കേ. അവള് സമ്മതിച്ചാലും അമ്മ സമ്മതിക്കത്തില്ലെന്നേ. അമ്മയുടെ പേരിലല്ലേ പ്രോപ്പർട്ടി. അത് നേരാണ്. അതുകൊണ്ടാണ് ഇത് ഇപ്പോഴും ബാക്കി നിൽക്കണത്. ഇല്ലെങ്കിൽ മരിക്കണതിന് മുമ്പ് ഡയാനയുടെ പപ്പ ഇതും വിറ്റ് തൊലച്ചാനെ. മുങ്ങിത്താണ്ട ബോട്ടിൽപ്പെട്ട പോലാണ് മമ്മേമോള് ഇപ്പൊ. ഇത് വിൽക്കല്ലാണ്ട് അങ്ങേര് വരുത്തി വെച്ച കടം വിട്ടാൻ വേറെന്താണ് വഴി? ഞാനിവിടെ വന്നപ്പോഴും ഇതൊക്കെ തന്നെയല്ലേ അവസ്ഥ. എനിക്ക് എന്നാ ചെയ്യാൻ പറ്റും? ചോണിച്ചായ തന്നെ സംസാരിക്കും. ഞാൻ സംസാരിക്കാം. എന്നിട്ട് നിങ്ങൾ രണ്ടാളും മമ്മയും കൂട്ടി ഒരു വാടക വീട്ടിലോട്ട് മാറി. ഈ കച്ചവടം നടന്ന എന്റെ കുറച്ച് ബാധകളൊക്കെ തീർന്ന് കിട്ടുമായിരുന്നു. ഓ, അപ്പൊ അതാണ്. അല്ലാതെ മമ്മയോടുള്ള സിമ്പതി അല്ല. സ്വന്തം കാര്യം. അത് പച്ചക്ക് എന്നിട്ട് എന്താണ് ഇടങ്ങേറി. സാറാ ഫ്രിഡ്ജും തുറന്നു 2 പെഗ് മതി. ഇതിപ്പോ ഞാൻ കൊണ്ടുവന്നില്ലായിരുന്നെങ്കിലോ? ഇല്ലെങ്കിൽ ചെട്ടിയിലെ വാറിൽ പഠിക്കാൻ സാറിന് കാശ് ശീലായി. അവിടെ ഉണ്ടായിക്കോട്ടെ. സാറിന് വിളിക്കട്ടെ? വേണ്ട, തുടങ്ങാന്നേ. വേണ്ടാന്നേ. അതും ഇതെന്താണ് സാറേ? എന്നാ ഒന്ന് പരിച്ചു തോന്നോ? ഇതും അടിച്ചേച്ച് ലില്ലിക്കുട്ടീനെ അടിച്ചു തന്നാ സഹതി. അത് ശരി എന്നാ, ഗുഡ് നൈറ്റ്. ആ ഐഷു, എന്തൊക്കെയുണ്ട് വിശേഷം? നാട്ടിലെത്തിയോ? ആണോ? ആഹാ, എന്തേലും കഴിച്ചോ? ഇല്ല മോളെ. ഇത് കഴിച്ചോ. അമ്മക്ക് എങ്ങനെയുണ്ട്? കുറവുണ്ട്. ഇവിടെ പറഞ്ഞ
എന്നിട്ട് തിരിച്ചു പോകുന്നില്ലേ ദുബായിക്ക്? ഇല്ലെന്നേ, ഇനി നാട്ടിൽ തന്നെ കൂടാന്ന് വെച്ചു. ഒന്നുമില്ല, ആ ജോലി മടുത്തു. തീരെ ക്രിയേറ്റിവിറ്റി ഇല്ല. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ ഭയങ്കര ട്രെൻഡിങ്ങാ. ഐഷ്യൂസ് വ്ലോഗ് നീ കാണാറുണ്ടാവും അല്ലേ? എനിക്കിപ്പോൾ ഭയങ്കര ഫാൻസാ. അതുകൊണ്ട് ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാന്ന് വെച്ചു. ആവശ്യത്തിന് കാശ് നാട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കാം. പിന്നെ മിഥുൻ്റെ ചാനലിൽ ഫ്രീലാൻസിങ്ങും ഉണ്ട്. അത് നന്നായി. ഇനിയിപ്പോൾ നമുക്ക് ഇടയ്ക്ക് കാണാലോ. തീർച്ചയായും. നിന്റെ വിശേഷങ്ങൾ പറ. കുറേ ഉണ്ട്, അതൊക്കെ നേരിട്ട് കാണുമ്പോൾ പറയാം. ഞാൻ വിളിക്കാം നിന്നെ. ഗുഡ് നൈറ്റ്. ലേറ്റ് ആയോ? പിന്നല്ലാതെ എന്നാത്തിനാ നക്കാപ്പിച്ച കാശ് നീ പണിക്ക് പോകുന്നത്? വീട്ടിലിരുന്ന പോരെ. ഇത്തരം വർത്താനം വേണ്ട വിവേകെ, ഞാൻ എപ്പോഴും പറയാറുള്ളല്ലേ. ഓ വിട്ടു. ഞാൻ ഫുഡ് കൊടുത്തേച്ചും അമ്മ കഴിച്ചില്ല, നീ വരട്ടെന്ന്. അതെന്താ വിവേക് ഫുഡ് വന്നിട്ട് മമ്മ കഴിക്കാനേ? ഓ, അയാൾ എന്തിനാ ബുദ്ധിമുട്ടിക്കുന്നേ? ജോണച്ചായ ഉണ്ടായിരുന്നു ഇവിടെ. നിനക്കൊരു കുപ്പി ബീർ വാങ്ങിപ്പിച്ചായിരുന്നു. ഒരു മൂടിന് ഒരു ഗ്ലാസ് വേണമെന്ന് അമ്മയോട് ചോദിച്ചു. മമ്മയ്ക്ക് അതങ്ങ് ഇഷ്ടപ്പെട്ടില്ല. മമ്മയുടെ അവസ്ഥ വിവേകിന് അറിഞ്ഞൂടെ? അപ്പോഴാണോ ഇവക തമാശ? മമ്മ ഒന്ന് റിലാക്സ് ആയിക്കോട്ടെ എന്ന് വെച്ചു. വേണ്ട, ഞാനത് അപ്പോഴേ വിട്ട്. ഇത് മമ്മയ്ക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാ, ചിക്കൻ സൂപ്പ്. അതെങ്കിലും കഴിക്കാൻ പറയാം മമ്മയോട്. തരട്ടെ മമ്മ? നീ പോയി ഫ്രഷ് ആയിട്ട് വാ, ഇത് ഒരുമിച്ച് കഴിക്കാം. മമ്മ കഴിക്കേ, എനിക്കൊന്നും വേണ്ട. നല്ല ക്ഷീണമുണ്ട്, ഒന്ന് കിടക്കണം. അതെങ്ങനെയാ ശരിയാവുന്നേ? ഡാനിക്കും കൂടി വേണ്ടി ഞാൻ ആ ഫുഡ് ഉണ്ടാക്കി. കുളിച്ച് ഫ്രഷായി നല്ല കിടുവായി വന്നേ. ആഹാരം നമുക്കൊന്ന് ഒരുമിച്ച് കഴിക്കാം. വിവേക് കഴിച്ചോ? ഞാനിത് മമ്മയ്ക്ക് കൊടുക്കട്ടെ. ശരി വിവേക്. സോറി മമ്മ. എനിക്ക് അവളുടെ പ്രസൻസ് ഒട്ടും പിടിക്കുന്നില്ല മോളെ. ഞാൻ എന്ത് ചെയ്യാനാ മമ്മ? എങ്ങനെയാ ഞാൻ അയാളോട് പറയാ? മമ്മയ്ക്ക് എല്ലാം അറിയാവുന്നതല്ലേ. ആ, എങ്ങനെയുണ്ടായിരുന്നു നിന്റെ ഷൂട്ടിംഗ്? എന്ത് ഷൂട്ട്? ആസ് യൂഷ്വൽ, ഒരു ഡയലോഗ്. ശരി സാർ, യെസ് സാർ, അത്ര തന്നെ. മമ്മയുടെ പടക്കം അറിയോ? ഇത് കൂടി നിനക്ക് വേണ്ടി ഒഴിച്ച. എനിക്കൊന്നും വേണ്ട. ഏയ്, ആ ഇതെന്നാ പരിപാടിയാ? കുളിച്ച് ഫ്രഷായി ഇതാ ഇതിട്ടുണ്ട്. എനിക്കൊന്ന് ഉറങ്ങണം. ഉറങ്ങിക്കോ, പക്ഷെ എന്റർടൈൻമെന്റുകളൊക്കെ കഴിഞ്ഞിട്ട്. ഇന്ന് എനിക്ക് ഒന്നിനും വയ്യ. അങ്ങനെ പറഞ്ഞ എങ്ങനെയാ? 3-4 ദിവസമായില്ലേ പോയിട്ട്? അവിടെ എന്താ ഭാര്യ ഒന്നിനും സമ്മതിക്കത്തില്ലേ? അതൊരു വഴിപാടല്ലേ മോളെ? അതുപോലാണോ നീ? യു ആർ സംതിങ് വെരി ഹോട്ട്. വേണ്ട, സുഖിപ്പിക്കണ്ട. എണീറ്റേ ചെല്ലേ, എഴുന്നേൽക്ക്. വിട്. ഇങ്ങോട്ട് എണീറ്റേ. വിവേക്, കുളിച്ച് ഫ്രഷായിട്ട് വാ. മടി. എന്നാ മണമുള്ള തണുപ്പുള്ള രാത്രിയിൽ തനിച്ചിരുന്നുറങ്ങുന്ന ചെറുപ്പക്കാരി പൂമുഖക്കിളിവാതിൽ അടയ്ക്കുകില്ല. ഹലോ വിവേകേട്ടൻ വല്ല ലേഹ്യം പുറത്ത് മറന്നു വെച്ചായിരുന്നോ? എന്നാ ലേഹ്യം അത്? മോളെടുത്ത് കഴിച്ച അവള് തൂറ്റലോട് തൂറ്റല. പാവത്തിന് ഇന്ന് ടോയ്ലറ്റിൽ നിന്ന് ഇറങ്ങാൻ നേരം കിട്ടിയിട്ടില്ല. അമ്മയ്ക്ക് നല്ല സംശയമുണ്ട് കേട്ടോ. വിവേകേട്ടൻ കഴിക്കുന്ന ലേഹ്യമൊക്കെ എന്നാത്തിനുള്ളതാന്ന് എന്നോട് ചോദിച്ചു. ഛേ, ആകെ നാണക്കേടായി. നീ ഒന്ന് ഫോൺ വെച്ചേ. കൂടുതലാണെങ്കിൽ അവളെ വല്ല ഡോക്ടറെ അടുത്ത് കൊണ്ടുപോ. രാവിലെ ഞാൻ കഴിച്ചിട്ട് അലമാരിക്കകത്ത് വെച്ചതാണല്ലോ. പിന്നെ ഏതിലേക്ക് എടുത്താണോ കഴിച്ചത്? ഇനി വെക്കാൻ മറന്നാണ്. അടയ്ക്കുകില്ല കാമിനി നിന്നെ ഞാൻ ഉറക്കുകില്ല. കളിക്കില്ല വിവേക്, എനിക്ക് ഉറങ്ങണം. അതിനാണോ ഇപ്പൊ കുളിച്ച് ഫ്രഷായി സുന്ദരിയായി ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്നേ? ഈ പാട്ടൊന്ന് ഓഫ് ചെയ്യോ? എന്നും രാത്രി ഇത് തന്നെ.
ഈ പാട്ടല്ലേ മോളെ നമ്മുടെ ഇൻസ്പിറേഷൻ. ഓ, ഞാൻ എപ്പോഴും പറയുന്നല്ലേ ഈ സ്മെൽ എനിക്ക് ഇഷ്ടമല്ലാന്ന്. ഈ സ്മെല്ലാണ് എന്റെ ഫേവറേറ്റ് ഐറ്റം. എനിക്കതറിയാലോ. എങ്ങനെയാ പിടിച്ചെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എല്ലാരും കേൾക്കെ മൈക്കിൽ കൂടെ അയാൾ ഇൻസൾട്ട് ചെയ്തത്. പോട്ടടാ, വിട്ടുകളാ. ഒന്നും അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ യേശു. ഈ സമയം കൊണ്ട് വേറെന്തെങ്കിലും ജോലിക്ക് പോയാൽ മതിയായിരുന്നു. കോളേജിൽ പഠിക്കുമ്പോൾ മിസ് കൊച്ചിൻ, മിസ് കേരളയ്ക്ക് ബെസ്റ്റ് ഫോട്ടോജനിക് ഫേസ്, എല്ലാവരും കൂടെ ഇപ്പം സിനിമയിൽ ഹീറോയിൻ ആവുമെന്ന് പറഞ്ഞ് പിരികേറ്റി. എത്ര ഓഡീഷന് പോയി, എത്ര പ്രൊഡക്ഷൻ കമ്പനിയിൽ കയറി ഇറങ്ങി. എത്ര നാളായി ശ്രമിക്കുന്നു. നടക്കൂലെന്ന് തോന്നിയപ്പോൾ നിവർത്തികേട് കൊണ്ടാ ഈ ചെറിയ റോളെന്നും പറഞ്ഞ് പോകുന്നത്. 500 1000 എന്ത് കിട്ടിയാലും എനിക്കിപ്പോൾ അത് വലിയ എമൗണ്ടാണ്. മമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കാലോ. എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ ഞാൻ ആരോടും പറയാറില്ല. നിന്നോടും പറഞ്ഞിട്ടില്ല ഇതുവരെ. ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായി ഷു. പപ്പ ഉണ്ടാക്കി വെച്ച കടങ്ങൾ, മമ്മയുടെ ചികിത്സ. ഇപ്പോൾ ഏറ്റവും വലിയ പ്രോബ്ലം വിവേക. ഏത് വിവേക്? അങ്ങനെ ഒരാളുണ്ട് എൻ്റെ ജീവിതത്തിൽ. കുറച്ച് ആള് വന്നിട്ടുണ്ട്. സൂക്ഷിച്ചു. ഇതാണ് മോൾ ഡയാന. കൊച്ചിന്റെ മമ്മ ഹോസ്പിറ്റലാണ്, സുഖല്ലുണ്ട്, അഡ്മിറ്റ് ആണ്. അതാണ് മുറി. തുറന്നിട്ടേക്കണല്ലേ? വാ സാറേ. എല്ലാ സൗകര്യം ഉണ്ട് കേട്ടാ. ബാത്റൂം മാത്രം അപ്പുറത്താണ്. ഭയങ്കര കാറ്റാണ് കേട്ടാ. ഫാനൊന്നും വേണ്ട. ആ മോളെ, 6 മാസത്തെ അഡ്വാൻസ്, 10,000 രൂപ വാടാ. പുള്ളി അമ്മയ്ക്ക്. പിന്നെ പുള്ളി വേറെ കാര്യം ചോദിച്ചു. മൂപ്പർക്ക് ഹോട്ടലിൽ നിന്ന് കഴിക്കുമ്പോഴേ എപ്പോഴും അതെ വയറ്റിനത്ര പിടിക്കൂലെന്ന്. നമ്മുടെ കിച്ചനോടൊന്ന് ഉപയോഗിച്ചോട്ടെ ചോദിച്ചു. അല്ല, ഭക്ഷണം പുള്ളി വെച്ച് കഴിച്ചോളൂ. ഏയ് അതൊക്കെ ബുദ്ധിമുട്ടാവും. കാലത്ത് 1 മണിക്കൂർ, വൈകുന്നേരം 1 മണിക്കൂർ, അത്രേ ഉള്ളൂ. എങ്കിൽ വാടക കൂട്ടി തരാന്ന്. എത്ര തരും? 15 പറയാം. മൂപ്പര് തരും. ഞാൻ മമ്മയോട് ചോദിക്കട്ടെ.